ഹായ്! ഇന്ന് ഞാൻ തക്കാളി കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാ. നമ്മുടെ സ്വന്തം തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു തക്കാളി കുത്തിക്കാച്ചിയതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. പാൻ ചൂടാക്കി എണ്ണയൊഴിച്ച് അതിനകത്തേക്ക് ചെറിയ ഉള്ളി ഇടണം. സബോള ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് നമുക്ക് ചെറിയ ഉള്ളി ഇടുന്നതാണ്. അത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ കൂടെ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഇളം ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്രൗൺ നിറമായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്നാ ചെയ്യണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കണം. വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി ഒരുവിധം പാകമായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കണം. അത് 1 സ്പൂൺ ചേർത്താൽ മതിയാകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി കഴിഞ്ഞ് നമ്മൾ വേണമെങ്കിൽ നിറത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക. അത് നിറത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, എരിവിന് വേണ്ടിയിട്ടല്ല. ഒരു നിറത്തിനായിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കണം. ഈ മിക്സിലേക്ക് നമ്മൾ ഇനി മെയിൻ ഐറ്റം ചേർക്കുവാണ് തക്കാളി. ഒരു തക്കാളിയെ 4 പീസാക്കി മുറിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊരു പഴുക്കാത്ത ഒരു തക്കാളിയാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുത്താലേ അത് നന്നായിട്ട് അങ്ങ് മിക്സായി വരുള്ളൂ. നന്നായിട്ട് നമ്മൾ ഉടച്ചു കൊടുത്ത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമ്മളൊന്ന് വേവിക്കണം. വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് 2 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ തക്കാളി കാച്ചിയത് ഇവിടെ റെഡിയായി. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് സൂപ്പർ ആട്ട. ദോശയ്ക്കും ചട്നിക്കും കൂട്ടി തിന്നാട്ടോ.